ഇപ്പോൾ വരുന്ന ഒരു വാർത്ത വിഷ്ണു സുരേഷ് അറിയിക്കുന്നുണ്ട്. ഈ ലൈബീരിയൻ കപ്പൽ കൊച്ചി തീരത്ത് ചരിഞ്ഞുപോയ ലൈബീരിയൻ കപ്പലിൽ നിന്ന് 3 പേരെ കൂടി രക്ഷപ്പെടുത്തി INS സുജാത. പക്ഷേ അതോടൊപ്പം മറ്റൊരു വാർത്ത കൂടി വരുന്ന ഈ കപ്പൽ കുറച്ചുകൂടി ആഴത്തിലേക്ക് മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഈ കടലിലൊക്കെ ഒഴുകി നടക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്നുള്ള വസ്തുക്കളൊക്കെ പുറത്ത് കണ്ടാൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ അടുത്ത് പോവുകയോ അത് എടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. കാര്യം എന്തൊക്കെ പോയിസണസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഇതിലുള്ളതെന്ന് അറിയില്ല. അതിൻ്റെ ദൃശ്യമാണ്, ഈ ലൈബീരിയൻ കപ്പലിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അത് ഇപ്പോൾ കുറച്ചുകൂടി ഇത് മുങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കപ്പലുണ്ടായിരുന്ന 3 ജീവനക്കാരെ കൂടി ഇപ്പോൾ രക്ഷപ്പെടുത്തിയെന്ന് വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഏറ്റവും അപകടകരമായ ഈ ആലപ്പുഴ തീരത്തേക്കൊക്കെ തന്നെ ഈ കണ്ടെയ്നർ ഒഴുകി പോകുന്നുണ്ട്. കൊച്ചി കടൽ തീരത്തേക്കൊക്കെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നർ കാണുമ്പോൾ, ഇതിനകത്തെ വസ്തുക്കൾ കാണുമ്പോൾ ഈ കണ്ടെയ്നറിൽ നിന്ന് വസ്തുക്കൾ പുറത്തേക്ക് വന്നാലോ ഒന്നും ഒരു കാരണവശാലും നിങ്ങൾ അതിനടുത്ത് പോവുകയോ അതിൽ തൊടാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. റവന്യൂ മന്ത്രി കെ രാജനും 24-ൽ ഈ കാര്യം പറയുകയുണ്ടായി. INS സുജാത ഇതിലെ 3 ജീവനക്കാരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയെന്നാണ് അറിയുന്നത്. എന്നാൽ കപ്പൽ കൂടുതൽ മുങ്ങി എന്ന വാർത്ത കൂടി നമുക്കൊപ്പം വരുന്നുണ്ട്. എന്തായാലും ഒരു ഷോക്കിംഗ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ഇത്രയും കണ്ടെയ്നർ കയറ്റി വിഴിഞ്ഞെത്തുന്നു വന്ന കപ്പലാണ് ചരിഞ്ഞത് എന്നുള്ള വാർത്തയുണ്ട്. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിഷ്ണു, ഈ കപ്പലിലുണ്ടായിരുന്ന 3 പേരെയും രക്ഷപ്പെടുത്തി എന്നുള്ള ആശ്വാസകരമായ വാർത്തയുണ്ട്. അതോടൊപ്പം ഈ കപ്പൽ കൂടുതൽ മുങ്ങുന്നു എന്ന വാർത്തയും വരുന്നല്ലോ. ഇന്നലെ തന്നെ ഈ 24 പേരെയും രക്ഷപ്പെടുത്തിയിരുന്നു. അതിൽ 3 പേരോട് അതിൽ തുടരാൻ നിർദ്ദേശിച്ചത്, ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകളോട് തുടരാൻ നിർദ്ദേശിച്ചത് കപ്പൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ നിലവിൽ ഈ അറബിക്കടലിൽ അസാധാരണമായ ഒരു പ്രക്ഷുബ്ധമായ കടൽ മാറിയ പശ്ചാത്തലത്തിലാണ് ഇവരെ 3 പേരെയും ഇപ്പോൾ ഇന്ത്യൻ നേവി ഷിപ്പായ സുജാതയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ, അതായത് ഈ ആളുകളുടെ ജീവനുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ കപ്പൽ കൂടുതൽ മുങ്ങുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കണ്ടെയ്നറുകൾ കൂടുതലായി നിലവിൽ കടലിലേക്ക് വീണിട്ടുണ്ട്. ഇന്നലെ 9ഓളം കണ്ടെയ്നറുകളാണ് വീണത്. ഇന്ന് അതിൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ ഈ കപ്പൽ മുങ്ങിയ പശ്ചാത്തലത്തിൽ ഏകദേശം 28 ഡിഗ്രി ആണെങ്കിൽ ഇപ്പോൾ 20 ഡിഗ്രിയിലേക്ക് അങ്ങനെ മുങ്ങിയ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് വീണു എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ കണ്ടെയ്നറുകൾ മാറ്റി കപ്പൽ രക്ഷിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കേണ്ടി വരാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ കപ്പൽ കരക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യൻ നേവിയുടെ ഭാഗത്തുണ്ട്. ടഗ് ബോട്ട് എത്തിച്ച് അത് വലിച്ചു കൊണ്ടുവരാനാകുമോ എന്നാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് എതിരെയാണ് നിലവിൽ ഈ നമ്മുടെ കാലാവസ്ഥ ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. കൃത്യമായ ഇടപെടൽ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇന്നലെ 2 മണിയോടുകൂടിയാണ് അറബിക്കടൽ, അതായത് കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകത്ത് വെച്ച് ഈ ലൈബീരിയൻ കപ്പൽ ചരിയുന്നത്. ആദ്യഘട്ടത്തിൽ 9ഓളം വരുന്ന കണ്ടെയ്നറുകൾ കടലിലേക്ക് പോകുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന 21 പേരെ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തുന്നു. 3 പേരോട് കപ്പലിൽ തുടരാൻ നിർദ്ദേശിക്കുന്നു. ആ 3 പേർ ഇന്നലെ രാത്രിയും അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ വരെ അവിടെ തുടരുകയായിരുന്നു. അവർക്ക് ഈ കപ്പൽ ടഗ് ബോട്ട് എത്തിക്കുന്നതുവരെ അതിൽ തുടരാനാണ് നിർദ്ദേശം നൽകിയെങ്കിലും നിലവിൽ കടലിൽ രൂപപ്പെട്ട അസാധാരണമായ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവരോട് ഇത്തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിച്ചത്. ആ 3 പേരെയും INS സുജാതയിലേക്ക് മാറ്റിയിരിക്കുന്നു. അവരുടെ ആരോഗ്യനിലയും അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അവരെല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. ഇനി ഇപ്പോൾ ഈ കപ്പലിലുള്ള ഈ കണ്ടെയ്നറുകൾ മറ്റൊരു മദർഷിപ്പിലേക്ക് മാറ്റാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഏറെക്കുറെ കണ്ടെയ്നറുകളൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ കമ്പനി തന്നെ ഇവരുടെ പാരന്റ് കമ്പനി തന്നെ പറഞ്ഞ ഒരു ഷിപ്പാണ് ഈ പ്രദേശത്തേക്ക് എത്തിച്ച് ഈ കണ്ടെയ്നറുകൾ മാറ്റുന്നത്. ആ കണ്ടെയ്നറുകൾ കൊച്ചി തീരത്തേക്ക് എത്തിക്കും. ഈ ഷിപ്പ് മുഖാന്തരം എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അസാധാരണമായ സംഭവമാണ് അറബിക്കടലിൽ രൂപപ്പെട്ടത്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും കേരള തീരത്ത് കേൾവിയില്ലാത്ത ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട വസ്തുവാണിത്. ഈ കണ്ടെയ്നറിനകത്തുള്ള കാർഗോ അതൊരു ലിക്വിഡ് സ്വഭാവത്തിലുള്ള എലമെന്റ് ആണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതാണ് ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. കണ്ടെയ്നറുകൾ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം കേരളത്തിന്റെ വിവിധ തീരങ്ങളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ, കൊച്ചി പോലുള്ള തീരപ്രദേശങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയാണുള്ളത്. 1 കിലോമീറ്റർ വേഗത്തിൽ ഈ കണ്ടെയ്നറുകൾ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ കണ്ടെയ്നറുകൾ ഈ തീരപ്രദേശത്തേക്ക് എത്തുകയാണെങ്കിൽ ആരും ഒരു കൗതുകത്തിന്റെ പുറത്ത് ഈ കണ്ടെയ്നറുകൾ തൊടാനോ അല്ലെങ്കിൽ ഈ എണ്ണ കലർന്ന വെള്ളം അത് ശേഖരിക്കാനോ ഒന്നും ശ്രമിക്കരുത്. അത് അത്യന്തം ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. പ്രത്യേകിച്ച് കപ്പലായതുകൊണ്ട് തന്നെ സൾഫർ അടങ്ങിയ വസ്തുക്കൾ പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഈ കപ്പലിനകത്ത് ഉപയോഗിക്കുന്ന ഇന്ധനമടക്കമുള്ള വസ്തുക്കൾ സൾഫർ എലമെന്റ് ഉണ്ടാകും. ആ എലമെന്റ് വെള്ളത്തിലേക്ക് എത്തി അത് പിന്നീട് മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മനുഷ്യർ അതുകൊണ്ട് കൈകൊണ്ടൊക്കെ തൊട്ടാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് എല്ലാവരും അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ വ്യക്തമാക്കുന്നത്.
എത്തിയിരിക്കുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഏകദേശം 20 മണിക്കൂറോളമാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ 3 പേരെ കൂടി റെസ്ക്യൂ ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്നലെ രാത്രി വരെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. അവരവിടെ തുടരട്ടെ, ഈ കണ്ടെയ്നർ മാറ്റി ഈ ടഗ് ബോട്ട് എത്തിച്ച് ഷിപ്പ് വലിച്ച് കരയിൽ എത്തിക്കുന്നത് വരെ അതിൻ്റെ കൺട്രോളുമായി അവരവിടെ തുടരട്ടെ എന്നൊരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കടൽ കുറച്ചുകൂടി പ്രക്ഷുബ്ധമായിരിക്കുന്നു രാവിലെ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരെ 3 പേര് കൂടി മാറ്റി അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ എലമെന്റ് അല്ലെങ്കിൽ ഒരു റിസ്ക് എലമെന്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല, ഇവരെ അവിടെ നിന്ന് മാറ്റി ബാക്കി രക്ഷാപ്രവർത്തനം നടത്താം, ഈ കണ്ടെയ്നറുകൾ മാറ്റുന്ന നടപടിയിലേക്ക് പോകാമെന്ന തീരുമാനത്തിലേക്ക് നേവി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒപ്പം ഈ ഷിപ്പ് മുങ്ങുന്നുണ്ട് എങ്കിൽ പോലും അത് കരക്കെത്തിക്കാനുള്ള നടപടിയും നേവി പരമാവധി നോക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം സാധ്യമാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ഹൈടൈറ്റ് സിറ്റുവേഷനാണ് നിലവിൽ അവിടെ തുടരുന്നത്. അതിശക്തമാണ്, പ്രക്ഷുബ്ധമാണ് കടൽ. അതുകൊണ്ട് ടഗ് ബോട്ട് എത്തിച്ച് ഇത് വലിച്ച് കരലിലേക്ക് തീരപ്രദേശത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരല്പം ശ്രമകരമായ ദൗത്യമാണ്. എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു സാധ്യത പരിശോധിച്ച് വരികയാണ്. എസ് കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.